ദി ഹങ്കർ ട്രാവലർ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാൽ നമ്മൾ മുരിങ്ങയില കൊണ്ടുള്ളൊരു വിഭവമാണ് ഉണ്ടാക്കുന്നത്. എപ്പോഴും മുരിങ്ങയില കൊണ്ട് തോരനല്ലേ നമ്മൾ ഉണ്ടാക്കാറ്. ഇപ്രാവശ്യം മുരിങ്ങയില കൊണ്ട് നമ്മളൊരു ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് മുരിങ്ങയിലാണ് വേണ്ടത്. 2 പിടി മുരിങ്ങയില കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 4 ടേബിൾ സ്പൂൺ ചിരവിയ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മളുടെ കടലപ്പരിപ്പുണ്ടല്ലോ, കടലപ്പരിപ്പ് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഉഴുന്നുപരിപ്പ് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള കോൽപ്പുളി എടുത്തിട്ടുണ്ട്. ഒരു 5 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ഉണ്ടല്ലോ, അത് എണ്ണ ചേർക്കാതെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം നമുക്ക്. അതായത് അതിൻ്റെ കളറൊന്ന് മാറുന്നത് വരെ, ഒരുപാട് വറുത്തെടുക്കണ്ട. ചെറുതായിട്ട് അതിൻ്റെ കളറൊന്ന് ചുമന്ന് വരുമ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കണം. അപ്പോൾ ഉഴുന്നുപരിപ്പിൻ്റെയും കടലപ്പരിപ്പിൻ്റെയും കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമ്മൾ ഇതേ പാനിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ വീണ്ടും എണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മളുടെ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഉണ്ടല്ലോ, അത് ഇതിലിട്ടിട്ട് ഒരു 30 സെക്കൻഡ് ഒന്ന് വാട്ടിയെടുക്കാം. എന്നിട്ട് ഇതൊന്ന് നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം ഇതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ മുരിങ്ങയില ഉണ്ടല്ലോ, അതിട്ടിട്ട് ഒരു 10 സെക്കൻഡ് മതിയാവും. കാരണം ഇതിൻ്റെ പച്ച കളറ് പോകാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞ് ഇത് ഈ എണ്ണയിൽ ഒന്ന് മുങ്ങി വരുമ്പോഴേക്കും അതിൻ്റെ പച്ചമണം മാറും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നമ്മുടെ തേങ്ങയും കൂടെ ഇതിനകത്ത് ഇടാം. എന്നിട്ട് നമ്മൾ ഓഫ് ചെയ്യുക. അപ്പോൾ ആ ചട്ടിയിലുള്ള ചൂടുകൊണ്ട് തന്നെ തേങ്ങയ്ക്കും ഒരു ചെറിയൊരു വറവ് കിട്ടും. എന്നിട്ട് ഇത് നമ്മളവിടെ വെക്കുക. അതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ കടലപ്പരിപ്പും ഉഴുന്നും നമ്മൾ വറുത്ത് വെച്ചിട്ടില്ലേ, അതിലേക്ക് നമ്മളുടെ മുളകിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിൻ്റെ ഒപ്പം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ കോൽപ്പുളി ഉണ്ടല്ലോ, അതിങ്ങനെ പിച്ച് ചീന്തി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയിലയും തേങ്ങയും കൂടെ വറുത്ത് വെച്ചിട്ടില്ലേ, അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിനകത്ത് മുരിങ്ങയിലയുടെ ടേസ്റ്റ് മുമ്പിൽ നിൽക്കണം. അപ്പം അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ തേങ്ങ എടുത്താൽ മതി. തേങ്ങയുടെ ടേസ്റ്റ് കൂടുതൽ വരാൻ പാടില്ല. എന്നിട്ട് ഇനി നമുക്കത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഈ സമയത്ത് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. നമ്മുടെ ചോറിനും ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മുരിങ്ങയില ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അതേസമയം തന്നെ നല്ല ഹെൽത്തിയുമാണിത്, ടേസ്റ്റിയുമാണ് കേട്ടോ. നമുക്ക് യാതൊരു വിധത്തിലുള്ള കയ്പോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. പുളിയൊക്കെ ചേർക്കുന്നതല്ലേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അതേപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.